ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ ഗാഥയെ രക്ഷിക്കുവാനായി പുഴയൂരം വീട്ടിലെത്തിയ സിത്താരയ്ക്ക് അപ്രതീക്ഷിതമായി ശ്രീനിവാസന്റെ മുന്നിൽ അകപ്പെടേണ്ടി വരുന്നു. ശ്രീനിവാസം മടങ്ങിയെത്തിയെന്ന് വിവരമറിഞ്ഞ ശാന്തി വേഗം തന്നെ ശ്രീനിവാസന്റെ കണ്ണിൽപ്പെടാതെ സിത്താരയും സിനെയും അവിടുന്ന് രക്ഷിക്കാനായി ശ്രമിക്കുമ്പോൾ ശ്രീനിവാസ് അവരെ മൂന്നുപേരെയും കൈയോടെ പിടികൂടുന്നു. മേലാൽ തൻ്റെ മകളുടെ മുന്നിലേക്ക് ഇനി സിത്താരയെ കൊണ്ടുവരരുത് എന്ന് ഒരു താക്കീത് കൂടി ശാന്തിക്ക് നൽകുകയാണ് ശ്രീനിവാസ്. അതിനുശേഷം സിത്താര ആകെ നാണം കെട്ട് അവിടെ നിന്ന് തിരിച്ചു മടങ്ങുന്നതിനിടയിൽ സിത്താര തൻ്റെ മകൾക്ക് വേണ്ടി കൃഷ്ണയെ ഒരിക്കൽ കൂടി ആ കളരിക്കലേക്ക് പറഞ്ഞയക്കാൻ തയ്യാറാകണമെന്നും തൻ്റെ മകളുടെ ജീവിതം രക്ഷിക്കാൻ അങ്ങനെ ഒരു സഹായം ഒരിക്കൽ കൂടി ചെയ്യണമെന്ന് ഗാഥയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു സഹായം കൃഷ്ണയെ കൊണ്ട് ചെയ്യിക്കണമെന്ന് തങ്കത്തോട് ആവശ്യപ്പെടുമ്പോൾ ഗാഥയ്ക്ക് വേണ്ടി കളരിക്കലേക്ക് പോകാൻ കൃഷ്ണ സ്വയമേവ തയ്യാറാകുന്നു. സിത്താരയുടെ ആഗ്രഹം മനസ്സിലാക്കിയ ഗാഥയുടെ ജീവിതം രക്ഷിക്കാനായി കൃഷ്ണ സിത്താരയ്ക്കൊപ്പം കളരിക്കലേക്ക് പുറപ്പെടാൻ തീരുമാനിക്കുകയും സിത്താര തിരിച്ചു മടങ്ങുന്ന ആ നേരം സിത്താരയുടെ കാറിന് മുന്നിലേക്ക് ഓടിയെത്തി കൃഷ്ണ താൻ കൂടെ വരാമെന്ന് സിത്താരയ്ക്ക് വാക്ക് നൽകുന്നു. തൻ്റെ മകൾക്കില്ലാത്ത സ്നേഹവും കരുതലും തൻ്റെ ഈ ഒരു ധർമ്മസങ്കടത്തിൽ തൻ്റെ കൂടെ നിൽക്കാൻ കൃഷ്ണ കാണിക്കുന്ന ആ ഒരു സ്നേഹവും താല്പര്യവും മനസ്സിലാക്കി തൻ്റെ മകൾ തന്നെയാണോ കൃഷ്ണ എന്ന സംശയം സിത്താരയുടെ മനസ്സിനെയും അലട്ടുന്നു.